മലാദുനാവ മൽജഉന താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാനുള്ള മഹാനവറുകളോടൊക്കെയുള്ളതായിരിക്കുന്നതായ ആ ദീനിനെ രക്ഷിക്കുന്ന വിഷയത്തിലുള്ളതായ താല്പര്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ മൂന്നാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനമാണ് എൻ്റെ സ്വന്തം ശരീരം. ഒന്നാം സ്ഥാനം ഹിഫ്ളുദ്ദീൻ. ആ ഹിഫ്ളുദ്ദീനിൻ്റെ വിഷയത്തിൽ മഹാനായിരിക്കുന്ന മലാദുനാവ മൽജഉന താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാനുള്ള മഹാനവറുകളോടൊക്കെയുള്ളതായിരിക്കുന്നതായ ആ ദീനിനെ രക്ഷിക്കുന്ന വിഷയത്തിലുള്ളതായ താല്പര്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ യഥാർത്ഥം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇൽമില്ലാത്തതായ കഴിവ്, ദീനിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന ആഴമായ ചിന്ത, കിതാബിയായ ആഴമായ കഴിവ്. ഞാൻ ഇൽമിൻ്റെ മഹത്വം അവിടുത്തെ ഹൃദയത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നെനിക്ക് ചെറിയ ഒരു കാര്യം, എൻ്റെ അനുഭവം. ചാരിയത്ത് ഞാൻ ഓതുന്ന സന്ദർഭത്തിൽ ശൈഖുന ഓക്കെ ഉസ്താദിൻ്റെ മുന്നിൽ ഞാൻ ഓതുന്ന സന്ദർഭം 18 വയസ്സ് 19ാമത്തെ വയസ്സൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ എത്ര ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഈ കേരളത്തിൽ ഉള്ളാണ് തങ്ങളുടെ ദർസ് തന്നെ കേട്ട വിറ പറക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, താജുൽ ഉലമ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ. ഓക്കെ ഉസ്താദിനെ പോലെ തകളുകളൊക്കെ എന്നാണ് അത് മനസ്സിലാകുക. ഓക്കെ ഉസ്താദ് താജുൽ ഉലമൻ്റെ ദർസിനെ പറ്റി, അവിടുത്തെ ഇൽമിൻ്റെ ആഴത്തിനെ പറ്റി പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സിയാറത്തിനാണ് ഉള്ളടത്ത് പോയത്. അപ്പോൾ ഇൽമിൻ്റെ ബഹുമാനം എത്രത്തോളം അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതപ്പോഴേ. അപ്പോൾ എനിക്ക് കിതാബ് നോക്കാൻ സാധിക്കാത്ത നിങ്ങളോട് പോയി പറയാൻ പറഞ്ഞ ഒരു വിഷമമുണ്ട്. ആ വിഷമം കുറേ ചികിത്സകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ 1 കൊല്ലം 2 കൊല്ലം മുമ്പ് തുടങ്ങിക്കണത്. ആ വിഷയത്തെപ്പറ്റി കിതാബ് നോക്കാൻ സാധിക്കില്ല. ഇൽമിന് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇവിടുന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ മറ്റു സ്ഥലത്തൊക്കെ പോകാൻ ലക്ഷ്യം വെച്ചു. എന്നാൽ ഞാൻ പോട്ടെ എന്താ ദ്വാരന്ന് അവിടുന്ന് ദ്വാരത്തിൻ്റെ ശേഷം ഞാൻ പോട്ടെ എന്നാണ്. ഞാൻ സിയാറത്ത് ചെയ്ത് കൊണ്ട് പോയി. ഈ സിയാറത്തിൽ ഞാൻ പോരാ, ഞങ്ങൾ കൂടി ദ്വാരക്കാണ്. ഞാനൊരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ദറസിൻ്റെ ദറജ ഇവിടുത്തെ കേരളത്തിൻ്റെ വനമാകിൻ്റെ അടുത്ത് അത്രയ്ക്ക് ശക്തിയായ നിലക്കാണ് എൻ്റെ കേൾവി. അതെനിക്ക് ബോധ്യപ്പെട്ടത് ആ സിയാറത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നില്ല. ഒരു സബുക്കിന് ഞാൻ കേട്ടു, ഒരു ദർസിൻ്റെ സബുക്കിന് ഞാൻ അതിന് മുമ്പേ ഒന്ന് കേട്ടതിന് ശേഷമാണ് സംസാരം. അതിന് ശേഷം ഒന്നും കൂടി കേട്ടു. അപ്പോഴാണ് ബുദ്ധിയുടെ ആഴവും കിതാബിലുള്ള കഴിവിൻ്റെ ആയത്തിൻ്റെ ഉള്ളിൽ മനസ്സിലായത്. പിന്നെ അതിന് ശേഷം ഞാൻ കേട്ടിട്ടുണ്ട് ദർസ്. അത്രയ്ക്ക് വലിയ ബുദ്ധിമാനും പരിശപ്പം ഞാൻ എൻ്റെ ഇൽമിനിക്ക് മാനിയായ അസുഖം പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ അദ്ദേഹത്തിന് ആ റൂമിൽ നിന്ന് ഇറക്കാൻ പ്രായപരിധി കൊണ്ടോ ഇൽമുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നുകൊണ്ടും എനിക്ക് സിയാറത്ത് ചെയ്തു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എത്രയോ മഹാന്മാർ ചെല്ലുമ്പോൾ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഇത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം എൻ്റെ ഇൽമിൻ്റെ മാനിയായി നീങ്ങുന്ന വിഷയത്തിലുള്ള താല്പര്യമാണ് അത് എനിക്ക് ബോധ്യപ്പെട്ടു. ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ കഴിവും എന്ന് വേണ്ട ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തട്ടിയതായ തഖ്വൻ്റെ കഴിവ്, അല്ലാഹുവിൽ ഭയപ്പെടുന്ന തഖ്വൻ്റെ കഴിവ് പല അനുഭവത്തിൽ, പല സമയത്ത്, പല സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കൊല്ലങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ദർസ് നിൽക്കുന്ന സ്ഥലത്ത് എല്ലാ കൊല്ലവും മജ്ലിസ് ഉള്ള ആളാണ്. ഇപ്പോൾ കുഴിപ്പുറം എവിടെ കുളപ്പുറം അവിടെ വരും. വന്നിട്ട് ആ പോരുന്നതിൻ്റെ അടിയിലുണ്ടായിരിക്കുന്ന അരക്കാത്ത സക്രാത്തുകളൊക്കെ ഞാൻ വീക്ഷിക്കലുണ്ട്. തഖ്വൻ്റെ വിഷയത്തിലുള്ള ആഴവും യാത്ര കഴിഞ്ഞ് വന്നിട്ട് വിദേശത്ത് 2-3 പരിപാടി പങ്കെടുത്ത് വന്നതിന് ശേഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദത്തും ശരിയൊക്കെ എനിക്ക് കണ്ട് അനുഭവപ്പെട്ടങ്ങനെ പല സന്ദർഭം. കാരണം അന്ന് എനിക്ക് ഇത്ര ക്ഷീണമില്ല. ഉള്ളിടത്ത് പലപ്പോഴും പോയിരുന്നു സിയാറത്തിൽ. ഇതങ്ങനെ ദർസ് കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ താല്പര്യം. അത് മുഴുവനും അള്ളാഹിൻ്റെ ദീനിൻ്റെ താല്പര്യം, ഇൽമിൻ്റെ താല്പര്യം മാത്രമാണ്. വേറെ ഒരു മുഖസ്ഥിതിക്കല്ല, മറ്റു ചില രാജ്യങ്ങളോ മറ്റു ചില ലക്ഷ്യങ്ങളോ വേണ്ടിയല്ല എന്ന് എനിക്ക് പരമബോധ്യമാണ്. ഇതെല്ലാവർക്കും അറിയാം. ഹക്കിൻ്റെ ഖിലാഫിൽ യഥാർത്ഥമായ ഒറിജിനൽ ഹക്ക്, സരീഹുൽ ഹക്ക്, സൂര്യപ്രകാശം പോലെ ഇതാണ് ഹക്ക് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഹക്കിൻ്റെ എതിരിൽ ആര് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും ഒരു അണുമണി തൂക്കം ഭയപ്പെടാതെ ഉടനെ തന്നെ പ്രതികരിക്കുന്ന അയാൾ ശക്തിയായിരുന്നു. അത്രയ്ക്ക് ധീരനായിരുന്നു ദീനിൻ്റെ രംഗത്ത്. അവിടെ വ്യക്തിയുടെ വലിപ്പമോ സംഘടന വലിപ്പമോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ സ്വാധീനക്കാരെ വലിപ്പമോ ചെറുപ്പമോ ചിന്തിക്കലേയില്ല. തുറന്നാണ്ട് അടിക്കലാണ്. അദ്ദേഹത്തിൻ്റെ മൊതലേ ഞാൻ പറഞ്ഞാൽ എനിക്കത് പറയാനും കഴിയില്ല, കൂടുതൽ സംസാരിക്കാനും കഴിയില്ല.
അപ്പോൾ ആ ദീനിനെ സംരക്ഷിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരം വിചിത്യമായ കൊണ്ടും ഇത്ര യോഗങ്ങളെ കൊണ്ടും മഹാന്മാരെ സ്മരണ നിലനിർത്തലുകൊണ്ടും അവരെല്ലാം ദീനിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ വേണ്ടി ഏതെല്ലാം പ്രവർത്തനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മൾ അവരെ മാതൃക പിൻപറ്റി അള്ളാഹിൻ്റെ ദീന് രക്ഷിക്കലിക്കുള്ള എല്ലാ പ്രവർത്തനവും ചെയ്യണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.